അതിനെ പറ്റി കേരളത്തിൽ നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ട് വരാണ് ഒരു ചുരുങ്ങിയതൊരു 5-6 ഡേറ്റിംഗ് ആപ്പ് ഞാൻ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഈ ഡേറ്റിംഗ് ആപ്പ് പല ബിസിനസ്സുകാരാണ് അത് എന്തിനാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അവർ പൈസ ഇറക്കിയിട്ട്. ഈ ഡേറ്റിംഗ് ആപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ വേണം 1 മിനിറ്റ് വീഡിയോ കോൾ, ഓഡിയോ കോൾ, എന്ത് ഫ്രണ്ട്സ് മാംസ കച്ചവടം മറ്റൊരു രീതിയിലേക്ക് മാറ്റി. മാംസ കച്ചവടം പെൺകുട്ടികളെ വിൽക്കുന്ന പരിപാടി മറ്റൊരു രീതിയിലേക്ക് ഡിജിറ്റലി മാറ്റി. അതെ വീഡിയോ കോളിലൂടെ, ഓഡിയോ കോളിലൂടെ ഓരോ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു, എത്രയോ ആളുകൾ പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ നിന്നിട്ട് ഒരുപാട് പെൺകുട്ടികൾ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ആൺകുട്ടിയോട് പറയും വെറും 9 രൂപക്ക്, വെറും 1 രൂപക്ക് പെൺകുട്ടികളുമായിട്ട് സംസാരിക്കാം. ഇതിനാഗ്രഹിച്ചിങ്ങോട്ട് ചെക്കന്മാരെ എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്യും, അതിൽ കയറും. ഒരുപാട് ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. 1 രൂപയ്ക്ക് തുടങ്ങും. 1 രൂപയ്ക്ക് തുടങ്ങിയിട്ട് പിന്നെ പൈസ പറ്റിച്ചോണ്ടിരിക്കും. 50 റീചാർജ്, 100 റീചാർജ്. അപ്പൊ ഏതെങ്കിലും പെണ്ണ് നമ്മളോട് നല്ല ചിരിച്ച് കളിച്ച് സംസാരിച്ചാൽ ഓളെ ബാക്കിൽ റീചാർജ് ചെയ്ത് പോയി പോകും. ലാസ്റ്റ് കിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ തുണി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ കാണാം. ഇതിനെതിരെ ഒരു കോച്ചുകളും കിട്ടിയിട്ടില്ല വെച്ചാല് ഇത് സമൂഹത്തിൽ പെൺകുട്ടികൾ കുറെ പെൺകുട്ടികൾ വഴി തെറ്റും. കാരണം ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ആപ്പ് അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ് വരെ ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നാട്ടും പുറത്തുള്ള ഒരു പെൺകുട്ടി സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം, മറ്റുള്ളവർ വന്ന് പറയണേ എനിക്ക് സമയം, എനിക്ക് ഫ്രീ ഉണ്ട്, ഞാൻ ഫ്രണ്ട് ആപ്പ് എടുത്തിട്ട് മറ്റുള്ള അപ്പുറത്ത് തലയിൽ ഇതിലുണ്ടാവുന്ന സാധനം. നാട്ടും പുറത്തൊരു സാധാരണ പെൺകുട്ടി, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പെൺകുട്ടി, സ്വാഭാവികമായിട്ടും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമുക്കൊരു ജോലിക്ക് ശ്രമിക്കാം, ഒരു ജോലിക്ക് പോവാം, അല്ലെങ്കിൽ ആ വീട്ടിലത്തെ ജോലിക്ക് പോവാം, അങ്ങനെയെങ്കിൽ നമുക്ക് പൈസ കിട്ടും, നമ്മളത് വെച്ച് നമുക്ക് ജീവിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം പെൺകുട്ടി ചിന്തിക്കും അരികെ പോയിട്ട് അതിൽ മെമ്പർഷിപ്പ് എടുക്കുക. ഞാൻ പെണ്ണല്ലേ, കുറച്ച് തുണിയെ കുരിഞ്ഞിട്ടുണ്ട് കാണിച്ചു കൊടുക്കുക, പൈസ കിട്ടും, നല്ല പൈസ കിട്ടും. കച്ചവടത്തിന്റെ പെൺകുട്ടികൾ വഴി തെറ്റി പോകാനുള്ള സാധ്യത വളരെ 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 കൂടുതലായിട്ടുള്ള ഒരു കാലഘട്ടം. പ്രൊമോട്ട് ചെയ്യാൻ ഭീമമായ സംഖ്യകളാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കൊടുക്കുന്നത്. ഇൻഫ്ലുവൻസേഴ്സിന് വെറുതെ ഒന്നുമല്ല അവർ ചെയ്യുന്നത്. അവർക്ക് ഇതൊരു ബിസിനസ്സാണ്, ഇതൊരു ബിസിനസ് സമ്പ്രദായമാണ്. ബെസ്റ്റി ഫ്രണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് സമൂഹത്തിൽ നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കാൻ സമയമില്ല. എന്നിരുന്നാലും നമ്മൾ സംസാരിക്കുന്നത് ദൂരെ ഫ്രണ്ട് ആപ്പിൽ പോയിട്ട് ഏതോ ബന്ധമില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്തവരടുത്ത് പോയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് വേറെ രീതിയാണ്. ഇന്ന് ആർക്കും സമയമില്ല. ഇന്ന് അപ്പുറത്ത് വേറെ ഡിജിറ്റലായിട്ട് അപ്പുറത്ത് ആരാളുള്ളത് അവരെ സെലക്ട് ചെയ്യണം. അടുത്തുള്ളവരെ സംസാരിക്കാൻ മൂല്യ ചോർച്ചയാണത്. മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടത്. പറഞ്ഞ പോലെ നമ്മൾ മറ്റു വിഷയങ്ങളിൽ പറഞ്ഞ പോലത്തെ ഒരു വിഷയമാണിത്. ഇത് നമ്മുടെ സമൂഹത്തിനെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞ പോലെ ഈ മാംസ കച്ചവടം ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. വേറെ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതാവാൻ കുറ്റം പറയാൻ പറ്റില്ല. ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കല്ലേ. പക്ഷെ ഇത് തീയാണിത്, ഭയങ്കര തീയാണ്. കാലങ്ങൾ പോകുന്നതോറും കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരു കുട്ടിയാകുമ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാലും +1 +2 ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ സന്തോഷത്തിൽ ഫോൺ മേടിച്ചു. ഈ ഫോൺ മേടിച്ച കുട്ടിക്ക് റൂം ഉണ്ടാവും, സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടി അരികിൽ മെമ്പർഷിപ്പ് എടുക്കും. പെണ്ണാണ്, അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇത് പാലും കാണാനും ഓഫറുകളൊക്കെ ഉണ്ടാവും. അവിടെ പോയി ഓഫറുകൾ പെണ്ണിനല്ലടാ, ആണിയാണ് ഓഫർ. അവർ റീചാർജ്, ഒരു 200 രൂപ റീചാർജ് ചെയ്യും. അപ്പൊ ഈ പെണ്ണിന്റെ നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഇവൻ കാണും, വിളിക്കും, റൂം കൂട്ടിട്ട് ഇങ്ങോട്ട് സംസാരിക്കണം. ചുരുക്കി പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തിന്റെ ഒരു പോക്ക് എങ്ങനെയാന്ന് വെച്ചാല് വിശ്വസിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോലും ഉണ്ടാവില്ല. വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു കാലഘട്ടത്തിലേക്കും നമ്മൾ സഞ്ചരിക്കാം. ഭയങ്കര അപകടം പിടിച്ച പരിപാടിയാണിത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ശരിക്കും ശ്രദ്ധയോടെ മാതാപിതാക്കൾ കൊണ്ടുപോയില്ലെങ്കിൽ, കല്യാണം കഴിയാത്ത പെൺകുട്ടികളെ എന്തോ ഒരു ആക്ഷൻ വന്നു, ഒരു അടുത്തൊരു റൂമിൽ ബ്ലോക്ക് വന്നു. ആ ഒരു പുതിയതായുള്ള രീതികളാണ് നമ്മളെ സമൂഹത്തിൽ വന്നത്. ഇതിലൊരു ബിസിനസിന്റെ ഒരു പാട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണം ഒരു 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ ഒരു 3 സ്റ്റാർ ഹോട്ടൽ, അവിടെ 2000 രൂപയാണ് പെർ ഡേക്ക്. ഒരാണൊരു പെണ്ണും, ചെറുതാവട്ടെ വലുതാവട്ടെ, ഏതെങ്കിലും ഒരു പ്രൂഫ് ആയിരിക്കും സബ്മിറ്റ് ചെയ്യുക. അവർ വന്ന് ജസ്റ്റ് ഒന്ന് താമസിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് എത്ര ദിവസം വേണം? അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് 2 മണിക്കൂർ മതി. അപ്പോൾ അവർ പറയും 2000 രൂപ. 2000 രൂപ കൊടുത്തിട്ട് ഇവർ 2 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിപ്പോയാൽ അതേ റൂം വീണ്ടും അടുത്ത രണ്ടാൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓണർക്ക് കാണിക്കേണ്ടത് എന്താണ്? ഒരു ദിവസം 2000 കാണിച്ചാൽ മതി. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 മണിക്കൂർ വെച്ചിട്ട് ഒരു 10 കപ്പിൾസ് അവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട് ആ ദിവസം. ഇതില് ശക്തമായ നിരീക്ഷണം ഉണ്ടാവണം ഗവൺമെന്റ് ഭാഗത്തുനിന്നും. വേറെ കാര്യം, ഒന്നാമത്തെ കാര്യം, ഇതിന് ഗവൺമെന്റിന് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് ശ്രദ്ധിക്കാറുണ്ട്. ഇതിൽ ഓടി ചെന്നിട്ട് ഗവൺമെന്റിന് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തത്, ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ഇപ്പൊ നിരങ്ങിയിട്ട് ഇവർക്ക് റൈഡ് എടുക്കാൻ പറ്റില്ല. കാരണം ഒറിജിനൽ ഫാമിലി ഒന്നും താമസിക്കുന്നുണ്ടാവും, അവർക്കും ബുദ്ധിമുട്ട്. അതല്ല, സൈബർ സെക്യൂരിറ്റി സിസ്റ്റം ആ ഒരു യൂണിറ്റിൽ നിന്ന് ഇവർക്ക് ഈ രീതിയിൽ ഏതൊക്കെ രീതിക്കാണ് പോകുന്നത് എന്നുള്ള ഒരു നോട്ട് ഉണ്ടാവണം പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഇനിയിപ്പോ സൈബർ ടീമിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഈ മേഖലയിൽ വളരെയധികം ഇത് ദുരുപയോഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മേഖല.
അപ്പോൾ ഇതുപോലെ ഫ്രണ്ട്സിനെ അഭി പറഞ്ഞ പോലെ അവരെ നഗ്നമായ ഫോട്ടോകൾ ഷെയർ ചെയ്യുക. അപ്പോൾ ആ ഫോട്ടോ വെച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക. സൈബറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ള സാധനം ഡേറ്റാണ്. ഈ പെൺകുട്ടികൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാം. സൈബർ സെക്യൂരിറ്റിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കംപ്ലൈന്റ് പോയി കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാം. ഒരു പെണ്ണിന്റെ ഫാമിലി നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തണം. അവർക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു 10,000 പേരുണ്ടാവും. അവർക്ക് ഒരുപാട് കേസുകൾ അവർക്ക് അറ്റൻഡ് ചെയ്യാനുള്ള സമയം പോലും ഇല്ല. എത്ര കേസുകൾ പെൻഡിങ് കിടക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ നിരീക്ഷിക്കുന്നത്, ആരാണ് ഓൺലൈനിൽ സംസാരിക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റില്ല. അവർ പറയുന്നത് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുക, സെക്യൂർ ആയിട്ടിരിക്കുക. കണ്ട ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സെക്യൂർ ആയിട്ടിരിക്കുക. പ്രൊമോട്ട് ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ആക്ട്രസ്, ഇവർക്കെതിരെയാണ് ആക്ഷൻ വേണ്ടത്. ത്രണം എന്നാണ് തോന്നുന്നുണ്ടോ, ഒരു പുതിയൊരു സിനിമ വന്നു ധ്യാൻ ശ്രീനിവാസന്റെ. ആ സിനിമയിൽ ശരിക്കും കാണിക്കുന്നുണ്ട് ഈ ബ്ലാക്ക് മെയിലും കാര്യങ്ങളൊക്കെ. ആൺകുട്ടികളെ ചെയ്യണത് പെൺകുട്ടികളെ ചെയ്യുന്നതൊക്കെ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇപ്പൊ ഈ ആൺകുട്ടികൾ ഭീഷണിപ്പെടുത്തുന്ന ഈ ഒരു സമ്പ്രദായം മാറും. പെൺകുട്ടികൾ മാത്രമായി മാറുന്ന ഒരു കാലഘട്ടം ഉടനെ വരുന്നുണ്ട്. നമുക്ക് വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് നമ്മള് സ്വയമായിട്ട് നശിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ മാക്സിമം പരമാവധി കുട്ടികളുടെ കാര്യത്തിൽ, ആണിന്റെയും പെണ്ണിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുത്തിട്ട് അവരെ ശരിക്കും ഫോളോ അപ്പ് ചെയ്യണം. എന്താ ചെയ്യണത്, ഏതാ ചെയ്യണത്, എവിടെ പോകണം, വരുന്ന മൂല്യങ്ങൾ നമ്മളെ വീട്ടിനകത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ വളരും. അങ്ങനെ വളരുന്ന എത്രയോ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് ചുറ്റും എത്രയോ കുട്ടികളുണ്ട്. നമ്മളൊക്കെ അത്ഭുതത്തോടെ നോക്കും, എന്ത് നല്ല വളർച്ച, അച്ചടക്കം, ഒതുക്കം ഒക്കെ. അപ്പൊ അത് വീട്ടുകളിൽ നിന്ന് വളരണം. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാല് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് ഫോൺ കൊടുത്തു കഴിഞ്ഞാല് അവരുടെ ജീവിതം ആ ഫോണിലേക്ക് അഡിക്റ്റ് ആയി പോവാണ്. ആ ഫോണാണ് അവരുടെ പിന്നെ ജീവിതം. ഒരു സ്പോർട്സ് ഇല്ല, ഒരു ആർട്സ് ഇല്ല, മറ്റു ആക്ടിവിറ്റീസ് ഇല്ല. അതാണ് മെയിൻ ആയിട്ടുള്ള മാതാപിതാക്കള്. ഇതിന്റെ വശം എന്ന് പറയുമ്പോൾ മാതാപിതാക്കള് കുട്ടികളുമായിട്ട് നല്ല ഫ്രണ്ട്ലി നിൽക്കണം. അവർക്ക് ഫോൺ മേടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഫോണിൽ വരുന്ന ചതികൾ, ഫോണിൽ ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻസ്, ഇപ്പൊ ഒരുപാട് മോണിറ്റർ ചെയ്യാൻ, മാതാപിതാക്കൾക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പം ഫോണിനകത്തുണ്ട്. എല്ലാ സംവിധാനം ഉണ്ട്. ഫോൺ മേടിച്ചു കൊടുക്കേണ്ടതല്ല, ആ ഫോണിനകത്ത് അവർ എന്താ ചെയ്യണം എന്നുള്ളത് മാതാപിതാക്കൾ അറിയണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 വയസ്സുള്ള ഒരാളാണ് ഗൂഗിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ അവിടെ വർക്ക് ചെയ്യുന്നത്, ഈ പ്രോഗ്രാമൊക്കെ പഠിച്ചിട്ട്. 14 വയസ്സിൽ 12-13 വയസ്സുള്ള കുട്ടികളൊക്കെ അത്രയും സ്കിൽഡാണ് ഫോണിൽ, ലാപ്ടോപ്പ്, ഫോണിലൊക്കെ. അപ്പൊ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതല്ല തെറ്റ്, മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നത് തെറ്റ്. അത് നമ്മൾ മോണിറ്റർ ചെയ്യണം. നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ തന്നെ മറ്റു ആക്ടിവിറ്റീസ് കൂടി ഇതിന്റെ കൂടെ കൊണ്ടുപോകണം. ഈ ഡിജിറ്റൽ യുഗത്തിലെ ചതിക്കുഴികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതാണ് മെയിൻ. അത് ബോധവാന്മാരാക്കണം അവരെ. ശരിക്കും നമ്മുടെ സമൂഹത്തിലുള്ള ക്ലബ്ബുകളും മറ്റു സംഘടനകളും പാർട്ടികളും ഒരുപാട് ആളുകളുണ്ടല്ലോ, പല രീതിയിലുള്ള പരിപാടികൾ സമൂഹത്തിന് ഒരു ആവശ്യമില്ലാത്ത നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൊടുക്കും. ഒരു 15 വയസ്സുള്ള ഒരു 10-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ്, ചതിക്കുഴികൾ, ഇന്റർനെറ്റ് യുഗത്തെ കുറിച്ച് വിശദീകരിച്ച് ഏതൊക്കെ തരത്തിൽ ചതികൾ. ഡിജിറ്റൽ യുഗം വളർന്നുകൊണ്ടതിനനുസരിച്ചിട്ട് വ്യക്തമായ ബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നു. ഇത് മക്കൾക്ക് ഒരു മൊബൈൽ മേടിച്ചു കൊടുത്തിട്ട് മാതാപിതാക്കൾ അവരെ വഴിക്ക് അവർ ജീവിക്കണം. ഇവിടെ എന്തോ ആവുന്നുണ്ട്, എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്, അവർ ശ്രദ്ധിക്കണില്ല. അപ്പോ ഇത് ശരിക്കും സമൂഹം ഇടപെടേണ്ട കാര്യമാണ്. ബോധവാന്മാരാക്കണം. അതിന് എന്താണ് സമൂഹത്തിലെ ഇപ്പോ ക്ലബ്ബുകൾ പോലുള്ള നമ്മുടെ അടിത്തട്ടുകളിൽ നിന്നിട്ട് അവരെ ബോധവാന്മാരാക്കണം. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം, അങ്ങനെ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ബോധവൽക്കരണം അവരുടെ ഭാഗത്തു നിന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കുറെയൊക്കെ നമുക്ക് ഇതിന് അവരെ കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം നല്ല രീതിയിൽ വളരട്ടെ നമുക്ക് ആഗ്രഹിക്കാം.